അപ്പോൾ നമ്മളെല്ലാ ആൾക്കാരും കുറേ വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്ന ആടുജീവിതം സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. എല്ലാ ആൾക്കാരും ഒരുപാട് നാളുകൊണ്ട് കാത്തിരിക്കുകയാണ് ബ്ലെസ്സിയുടെ സിനിമ. അതുകൊണ്ട് എ ആർ റഹ്മാൻ മ്യൂസിക് ചെയ്യുന്ന ഈ സിനിമ എത്രത്തോളം ആൾക്കാർ ഇമോഷനാക്കി, എത്രത്തോളം ആൾക്കാർക്ക് അവർ കഥ വായിച്ചതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമായിട്ട് ഈ സിനിമ തോന്നിയതൊക്കെ ഉള്ളതെന്നാലും നമുക്ക് ആൾക്കാരിൽ നിന്ന് തന്നെ അറിയാം. അപ്പോൾ എന്തായാലും ആൾക്കാരുടെ പ്രതികരണത്തിലേക്ക് കിടക്കാം. ഓക്കെ, പടം ഇഷ്ടപ്പെട്ടോ? അടിപൊളി പടമാണ്. പൃഥ്വിരാജ് ആണോ തന്നെ സംശയം വരും, അത്രയ്ക്ക് പുള്ളി നല്ല രീതി ചെയ്തിട്ടുണ്ട്. സംവിധാനമൊക്കെ ഉണ്ട്, എ ആർ റഹ്മാന്റെ മ്യൂസിക് ഒക്കെ അടിപൊളിയാ, നല്ല ഫീലിംഗ് അല്ലേ? എടുക്കാൻ ഇഷ്ടപ്പെട്ടോ? പൃഥ്വിരാജ് നന്നായിട്ടുണ്ട്. പിന്നെ ബ്ലെസ്സിയുടെ സിനിമ എന്നുള്ള രീതിയിലാണ് കാണാൻ വന്നത്. എങ്ങനെയുണ്ട് ബ്ലെസ്സിയുടെ സംവിധാനമൊക്കെ ഉണ്ട്? ഒരു അവാർഡ് ഉറപ്പാണോ പൃഥ്വിരാജിന്? അതറിയില്ലല്ലോ. എങ്ങനെയുണ്ട് പടം? മനോഹരമായിരിക്കുന്നു. എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അതിലൂടെ കടന്നു പോകുന്നു. അത് ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെ തന്നെ വീട്ടിൽ പോകുന്നത്. ഇഷ്ടപ്പെട്ടോ? എങ്ങോട്ട് പൃഥ്വിരാജിന്റെ അഭിനയം എങ്ങനെയുണ്ട്? കിട്ടില്ല. എന്തായാലും ഒരു അവാർഡ് ഉറപ്പാണോ? തോന്നുന്നില്ലേ? എങ്ങോട്ട് പറയാം പടം? അടിപൊളി, ഒന്നും പറയാനില്ല. ഭയങ്കര ഇമോഷണലായ എങ്ങോട്ട് പറയാം? അടിപൊളി പടം, സൂപ്പർ അല്ലേ? എങ്ങോട്ട് ഇഷ്ടപ്പെട്ട പടം? പടം ഇഷ്ടപ്പെട്ട പടം? തീർച്ചയായിട്ടും ഒരാളോട് കാത്തു എന്തായാലും ഗുണമുണ്ടായില്ലേ? ചേച്ചി പടം കണ്ടോ? എങ്ങോട്ട് പടം? നല്ല പടം. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട പടം? സൂപ്പർ അല്ലേ? അവാർഡ് ഉറപ്പാണോ? എത്ര നാൾ കാത്തിരുന്നതിന്റെ പ്രതീക്ഷ? ഒരുപാട് വർഷം കാത്തിരുന്നാലും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ട പടം? സൂപ്പർ പടം. ചേട്ടാ എങ്ങോട്ട് പടം? എങ്ങോട്ട് കണ്ടിട്ട് പൃഥ്വിരാജിന്റെ അഭിനയം എങ്ങോട്ട് പടം? അടിപൊളി പടം, സൂപ്പർ സെറ്റപ്പാട്ടില്ലേ? അടിപൊളി. ബ്ലെസ്സിയുടെ സംവിധാനം അടിപൊളി, എല്ലാം സൂപ്പർ. അല്ല ഒന്നും പറയാനില്ല. ചേട്ടാ എങ്ങോട്ട് പടം? നല്ല പടം. ഇഷ്ടപ്പെട്ടു. ചേട്ടാ പടം കണ്ടു? നല്ല പടം. പടം ഇഷ്ടപ്പെട്ടോ? എങ്ങോട്ട് പടം? കൊള്ളാം. എങ്ങോട്ട് പടം? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? എക്സെപ്ഷണൽ ആണല്ലേ? പൃഥ്വിരാജ് അവാർഡ് എന്റെ അഭിപ്രായത്തിൽ നാഷണൽ അവാർഡ് കിട്ടണം. നാഷണൽ അവാർഡ് കിട്ടണം. അത്രത്തോളം കക്ഷി സെക്കൻഡ് ഹാഫ് ട്രാൻസ്ഫോർമേഷൻ ആണല്ലേ? അത്രത്തോളം നല്ല രീതി ചെയ്തില്ലേ? ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആണല്ലേ? ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ കാത്തിരുന്നതിനുള്ളൊരു ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു ക്ലീഷ പോലെ പോകുന്നതൊക്കെ തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് എക്സ്പെക്ടേഷനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ അത്രത്തോളം എഫേർട്ടും ഉണ്ട്, അഭിനയവും എല്ലാം, മേക്കിങ്ങും എല്ലാം അടിപൊളി. എന്തായാലും അപ്പോൾ അവാർഡ് ഉറപ്പാണ്. കിട്ടണം. ഇത്ര ഈ എഫേർട്ട് എടുത്തതിന് അവാർഡ് കിട്ടണം. ഓക്കെ. ആൻഡ് നൗ സ്റ്റോക്സ് ബ്രോ പടങ്ങളുണ്ട്. പടങ്ങളുണ്ട് ചേട്ടാ. പടം ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടു. അവാർഡ് കിട്ടുമോ? അവാർഡ് കിട്ടുമായിരിക്കും, ഉറപ്പാണ്. നല്ല അഭിനയം, ഒരു രക്ഷയില്ല. പടം കൊണ്ടോ? ഞാൻ കൊള്ളാം. അടിപൊളി. ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജ് ഇഷ്ടപ്പെട്ടു. കാത്തിരുന്നതിന് ഒരു ഇതുണ്ടായി. തീർച്ചയായും നല്ല പടം. അവാർഡ് കിട്ടുമോ? അവാർഡ് കിട്ടുന്ന പൃഥ്വിരാജ് സെക്കൻഡ് ഹാഫ് സൂപ്പറായിട്ട് എങ്ങോട്ടോ? നല്ല പടമായിരുന്നു. പൃഥ്വിരാജിന്റെ അഭിനയം മികച്ചതായിട്ട് ഇമോഷണലായി ചില സീൻസ് ഒക്കെ വരുമ്പോൾ. അടിപൊളി പടം. എങ്ങോട്ട്? പൃഥ്വിരാജിന്റെ ആക്ടിങ് ഒരു രക്ഷയില്ല, അവാർഡ് കുറെ കിട്ടും, ഉറപ്പ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഒന്നടങ്കം പോസിറ്റീവ് റെസ്പോൺസ് ആണ്. പടം അവാർഡ് തൂത്തുവാരുമെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ഞാനും പടം കണ്ടു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഹാങ് ഓവറിലാണ്. ഒന്നും വിട്ടു പറയാൻ പറ്റുന്നില്ല. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറയാം. സൈനിങ് ഓഫ് നൗ സ്റ്റോപ്പ്.